എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 5 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ നമ്മുടെ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഡൊമിനിക് ആൻഡ് ദി ലേഡി സ്പേസ്. GVMന്റെ സംവിധാനത്തിൽ മമ്മൂക്കയെ നായകനാക്കി ഈ വർഷം 2025 ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മമ്മൂക്കയുടെ ആദ്യത്തെ സിനിമ കൂടിയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡി സ്പേസ്. തിയേറ്ററിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ആദ്യ ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം ചിത്രത്തിൻ്റെ ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രം ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 4 കോടിക്ക് മുകളിൽ രൂപയാണ് ചിത്രത്തിൻ്റെ ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വലിയ ഹൈപ്പോ പ്രമോഷനോ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്ന സിനിമ ചിത്രം കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും ഡീസൻറ്റ് കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ജനുവരി മാസം 9 തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണല്ലോ രേഖാചിത്രം. ജോഫിൻ ടി ചാക്കോയുടെ സംവിധാനത്തിൽ ആസിഫ് അലിയെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി 2025 ഈ വർഷത്തെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറിയ സിനിമ കൂടിയാണ് രേഖാചിത്രം. നിലവിൽ 16 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന രേഖാചിത്രം എന്ന സിനിമയുടെ 16 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 30 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. പുതിയ സിനിമകളുടെ റിലീസ് കാരണം ചിത്രത്തിൻ്റെ കളക്ഷൻ വളരെയധികം ഇടിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം ചിത്രത്തിൻ്റെ 16 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിൻ്റെ 16 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 51 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. അടുത്ത സിനിമ പൊങ്കൽ പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ശങ്കർ സംവിധാനം ചെയ്ത് രാംചരൺ നായകനെത്തിയ സിനിമ കൂടിയാണല്ലോ തെലുങ്ക് സിനിമയാണല്ലോ ഗെയിം ചേഞ്ചർ. നിലവിൽ 15 ദിവസങ്ങൾ പിന്നിടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 150 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. രാംചരൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഡിസാസ്റ്ററായി മാറിയിരിക്കുകയാണ് ഗെയിം ചേഞ്ചർ. അപ്പോൾ കാത്തിരിക്കും ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ബാലയെ നായകനെത്തിയ ഡാക്കോ മഹാരാജ് എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 115 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രം നേരത്തെ തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ വിജയിച്ച സിനിമ കൂടിയാണ്. അടുത്ത സിനിമ പൊങ്കൽ പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ വിശൽ നായകനെത്തിയ ഏറ്റവും പുതിയ തമിഴ് സിനിമയാണല്ലോ മദഗജരാജ. പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം നേടിയ സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ചിത്രത്തിൻ്റെ ഗ്രോസ് കളക്ഷൻ 46 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രം ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് 50 കോടിയിലേക്ക് എത്തപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.